ഹായ് എവറിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷനായസി, കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം അത്താവൂർ KMCക്ക് എതിർവശമുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസ് എന്നാണ്. എന്നെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോയിൽ റുമറ്റോളജി എന്ന് പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാം. റുമറ്റോളജി എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സന്ധിവാതമാണ്. കാരണം മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് സന്ധിവാതം. അതുകൂടാതെ തന്നെ മനുഷ്യന്മാർക്ക് അറിയുന്ന ഏറ്റവും പഴമയേറിയ അസുഖങ്ങളിലൊന്നാണ് സന്ധിവാതം. ഈജിപ്ഷ്യൻ മമ്മികളിൽ വരെ സന്ധിവാതത്തിൻ്റെ എവിഡൻസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സന്ധികൾക്കുണ്ടാകുന്ന അസുഖം കൂടാതെ എല്ലുകൾക്കുണ്ടാകുന്നതും പേശികൾക്കുണ്ടാകുന്നതും മസിൽസുകൾക്കുണ്ടാകുന്നതും നെർവ്സിനുണ്ടാകുന്നതും ഞരമ്പുകൾക്കുണ്ടാകുന്നതും രക്തക്കുഴൽ അഥവാ ബ്ലഡ് വെസൽസിനുണ്ടാകുന്നതുമായിട്ടുള്ള അസുഖങ്ങളും റുമറ്റോളജിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സന്ധിവാതം തന്നെ പല രീതിയിലുണ്ട്. സീറോ പോസിറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, സീറോ നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. അതുകൂടാതെ സീറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രൈറ്റി ഉണ്ട്. ഇതിൽ ഉൾപ്പെടുന്ന അസുഖങ്ങളാണ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, ആംഗ്ലൈസിൻ സ്പോണ്ടിലൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, പിന്നെ എൻട്രോപ്പത്തിക് ആർത്രൈറ്റിസ്. പിന്നെ മസിൽസിന് വരുന്ന അസുഖങ്ങളാണ് ഡെർമറ്റോമയോസൈറ്റിസ്, പോളിമയോസൈറ്റിസ്, ഇൻക്ലൂഷൻ ബോഡി മയോസൈറ്റിസ്. രക്തക്കുഴലിന് വരുന്ന അസുഖങ്ങൾ മീഡിയം വെസൽ, ലാർജ് വെസൽ, സ്മോൾ വെസൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മീഡിയം വെസൽ വാസ്കുലൈറ്റിസ് ആണ് കവാസാക്കി ഡിസീസും ക്ലാസിക്കൽ പാനും. ലാർജ് വെസൽ വാസ്കുലൈറ്റിസ് ആണ് ജയന്റ് സെൽ ആർത്രൈറ്റിസും ടാക്കോസിസ് ആർത്രൈറ്റിസും. സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ് ആണ് മൈക്രോസ്കോപ്പിക് പോളിയാൻജൈറ്റിസ്, ഹെനോക്ഷോണിൻ പെർപ്യൂറ, ഗ്രാനുലോമറ്റോസിസ് വിത്ത് പോളിയാൻജൈറ്റിസ്, ഈസ്നോഫിലിക് ഗ്രാനുലോമറ്റോസിസ് വിത്ത് പോളിയാൻജൈറ്റിസ് മുതലായവ. ഇത് കൂടാതെ തന്നെ എല്ലിന് വരുന്ന അസുഖങ്ങൾ, കുട്ടികളിൽ കാണുന്ന റിക്കറ്റ്സ്, മുതിർന്നവരിൽ കാണുന്ന ഓസ്റ്റിയോമലേസിയ, പിന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഓസ്റ്റിയോപോറോസിസ്, ഇതൊക്കെ റുമറ്റോളജിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതുകൂടാതെ ത്വക്കിന് വരുന്ന സിസ്റ്റമിക് സ്ക്ലീറോസിസ്, അത് രക്തക്കുഴലിനെയും ബാധിക്കും. പിന്നെ സോറിയാസിസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാദവും, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സോറിയാസിസുമായി ബന്ധപ്പെട്ട് വരുന്ന വാദവും റുമറ്റോളജിൻ്റെ പരിധിയിൽ വരുന്ന അസുഖങ്ങളാണ്. പിന്നെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയും. അതിനെ മലയാളത്തിൽ വേണമെങ്കിൽ രക്തവാതം എന്ന് പറയാം. ഇതും റുമറ്റോളജിൻ്റെ പരിധിയിൽ വരുന്ന അസുഖങ്ങളാണ്. ഈ റുമറ്റോളജിക്കൽ അസുഖങ്ങൾ ഞാൻ പറഞ്ഞ അവയവങ്ങൾക്കല്ലാണ്ട് ഹൃദയം, ശ്വാസകോശം, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കരൾ, വൃക്ക എന്നീ അവയവങ്ങളെയും ബാധിക്കാം. പക്ഷേ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഈ അസുഖങ്ങൾക്കെല്ലാം അലോപ്പത്തിയിൽ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ഈ അസുഖങ്ങളുണ്ടെങ്കിൽ ആരും ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് പോകാൻ പാടില്ല. അതായത് ഹോമിയോ, ആയുർവേദം, പതാഞ്ജലി, സിദ്ധം മുതലായവ ചെയ്യാൻ പാടില്ല. വയനാട് പോയിട്ട് മീൻ വിഴുങ്ങാൻ പാടില്ല. കാരണം ഇതിനൊക്കെ വളരെയധികം ഫലപ്രദമായിട്ട് അലോപ്പത്തിയിൽ ചികിത്സ ലഭ്യമാണ്, മോഡേൺ മെഡിസിനിൽ ചികിത്സ ലഭ്യമാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ ഈ അസുഖമുണ്ടെങ്കിൽ നിങ്ങളൊരു റുമറ്റോളജിസ്റ്റിനെ കാണണം. എന്നെ കാണണമെങ്കിൽ നിങ്ങൾ അത്താവൂർ KMCക്ക് എതിർവശമുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസിലേക്ക് വന്നാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.